നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ആരെന്നൊരു ചോദ്യമായിരുന്നു. ആര്യടൻ ഷൗക്കത്തിനെയായിരുന്നു LDF നോട്ടമിട്ടിരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിലും UDF വിട്ട് യാതൊരു കളിയും ഇല്ല എന്നുള്ളത് ആര്യടൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ആരായിരിക്കും? അവർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്ന് വെച്ചാൽ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജാണ് ആ മണ്ഡലം നിലനിർത്തുക. അൻവറില്ലെങ്കിൽ മണ്ഡലം ഇല്ല എന്നൊരു സ്ഥിതി വരുന്നത് അവർക്ക് നാണക്കേടാണ്. അതുകൊണ്ട് അതിന് പകരം തീർച്ചയായിട്ടും വലിയൊരു സ്ഥാനാർത്ഥിയെ അവർ നിർത്തും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അൻവർ പറയുന്നത് VS ജോയിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാകും. VS ജോയിയെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കണം ആജ്ഞാപിക്കുകയാണ് അദ്ദേഹം നിലമ്പൂരിൽ. താനാണ് ഇവിടുത്തെ സുൽത്താൻ, അതുകൊണ്ട് നിങ്ങളിതനുസരിക്കണം, എങ്കിലേ എൻ്റെ വോട്ടുകൾ നിങ്ങൾ കിട്ടും. ഇത് കണ്ട് UDFന് അതനുസരിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്താ? അവിടെ ഒരു 4000 വോട്ടുകൾ, 4000-നും 5000-നും വോട്ടുകൾ PV അൻവറിൻ്റെ സ്വാധീനത്തിലുണ്ട്, ആൾറെഡി ഉണ്ട്. ആ വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം CPMനെ ജയിപ്പിച്ചതെങ്കിൽ ഈ പ്രാവശ്യം ആ വോട്ടുകൾ UDFനെ ജയിപ്പിക്കാൻ ഉപയോഗിക്കാം. കണ്ടീഷനിലാണത്, അൺകണ്ടീഷനിലല്ല. ഉപാധികളുണ്ട്. ഉപാധി എന്ന് പറയുന്നത് നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് തന്നെയാണ് അദ്ദേഹത്തിനോടുള്ള വിരോധം. ഒരു കാട്ടിൽ 2 സിംഹങ്ങൾ വേണ്ട. കാട് തന്നെയാണ് നിലമ്പൂർ, തേക്കൊക്കെയുള്ള സ്ഥലമാണ്. അവിടെ 2 സിംഹങ്ങൾ വേണ്ട എന്നുള്ളത് തീരുമാനത്തിലും ഒരു നിശ്ചയദാർഢ്യത്തിലുമാണ് PV അൻവർ. അവിടെ വന്നിരുന്ന അദ്ദേഹം ആജ്ഞാപിച്ചു. അപ്പോൾ VS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി അത് ജയിക്കാനാണെങ്കിൽ അദ്ദേഹം പൊരുതി ജയിപ്പിക്കും. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കി ആര്യാടൻ ഷൗക്കത്തിനെ ആക്കി കഴിഞ്ഞാൽ പൊരുതി വീഴ്ത്തും. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് PV അൻവർ. തോൽപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയാണിത്. പിണറായി വിജയനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹം ഹൃദയം വരെ പറിച്ചു കൊടുക്കും, പാത്രത്തിലിട്ട് കൊടുക്കും. അതുപോലെ പക്ഷേ ഇപ്പോൾ നമ്പർ 1 ശത്രുവായി മാറിക്കഴിഞ്ഞ് തകർക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അതുകൊണ്ടാണ് MR ജയകുമാറിനെതിരെയൊക്കെയുള്ള ആരോപണങ്ങളും ഒക്കെ വന്നത്. ആര്യാടൻ ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിലും ഞാൻ മത്സരിച്ചില്ലെങ്കിലും UDF ഇട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്നുള്ളത്. LDF പ്രതീക്ഷിക്കണ്ട, ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായിരുന്നു അവരുടെ മറ്റൊരു പിടിവള്ളി. അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു മനസ്താപം ഉണ്ടാവും. അങ്ങനെ പല കോൺഗ്രസ്സുകാരും നമുക്കറിയാം. പാലക്കാട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തവർ പോലും കോൺഗ്രസ് വിട്ടിട്ട്, പേരുകളിലേക്ക് പോകണ്ട ഇപ്പോൾ തൽക്കാലം, ഇവിടുത്തെയാണല്ലോ തിരഞ്ഞെടുപ്പ്, വിട്ടിട്ട് CPMലേക്ക് പോയി. അതിലൊരാളിനെയാണല്ലോ അവർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനൊരു മൗഢ്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ്. ഒരു ശരിയായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള മുസ്ലിം, ദേശീയവാദിയായിട്ടുള്ള കോൺഗ്രസ്സുകാരൻ. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല പുതിയ തലമുറയിൽ. അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. സത്യസന്ധനായ മനുഷ്യൻ, സ്നേഹമുള്ള മനുഷ്യൻ. അദ്ദേഹത്തെ ഉപയോഗിക്കാവുന്നത് CPMൻ്റെ നേതാവായിട്ടുള്ള EK നയനാനെ പോലെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന സ്നേഹമുള്ള ഒരു മനുഷ്യൻ. ഒരു ദിവ്യപ്രകാശമാണ് ഇങ്ങനെയുള്ള മനുഷ്യർ രാഷ്ട്രീയത്തിലെന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഒരു വലിയ പ്രൗഢിയുള്ള പ്രതാപവാനായിട്ടുള്ള ഒരു അച്ഛൻ്റെ പുത്രൻ. അപ്പോൾ അങ്ങനെയുള്ള ഖ്യാതിയൊന്നും ഇദ്ദേഹത്തിനില്ല. പക്ഷേ ഇദ്ദേഹം മനുഷ്യസ്നേഹിയായിട്ടുള്ള സിനിമ, ദൈവനാമത്തിൽ നിന്നൊക്കെയുള്ള സിനിമ എടുത്തുകൊണ്ട് ആ രംഗത്ത്, കലാരംഗത്താണ് അദ്ദേഹം മുദ്ര പതിപ്പിച്ചത്. മനുഷ്യസ്നേഹമുള്ളൊരു സിനിമ തന്നെ ആയിരുന്നു അത്, ഒരു സംശയമില്ല. എമ്പുരാൻ പോലുള്ളതൊന്നുമല്ല, മനുഷ്യനെ സ്നേഹിക്കുന്ന സിനിമയാണ്, വെറുക്കുന്ന സിനിമയല്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്ത് തന്നെയല്ല വളരെ സൗമ്യനായിട്ടുള്ള ഒരാൾ കൂടാണ് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്. അവിടെ മേയറായിട്ടിരുന്ന ആളുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നഗരപിതാവായിട്ടിരുന്ന ആളുമാണ്. അവിടെ ഒന്നും വലിയതായിട്ടൊന്നും അദ്ദേഹത്തിന് ഷൈൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ വലിയ ഖ്യാതിയൊന്നും ഇല്ലെങ്കിലും സത്യസന്ധനും സൗമ്യനും മലബാറി മുസ്ലിങ്ങളുടെ എല്ലാ സത്യസന്ധതയുമുള്ള മനുഷ്യനാണ്, സംശയമൊന്നുമില്ലാത്തതാണ്. പക്ഷേ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ കുഴപ്പമാണ്. അൻവറിൻ്റെ 4000 വോട്ടാണ് നഷ്ടപ്പെട്ടു പോവുക, ജയിക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒഴിവാക്കുക. ആ ഒഴിവാക്കി കഴിയുമ്പോൾ ഒരു സ്വാഭാവികമായി മനസ്സിലൊരു വിഷമം വരും. ആ വിഷമം എന്ന് പറയുമ്പോൾ പത്രക്കാരോട് സംസാരിക്കുമ്പോഴല്ല വരുന്നത്, അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. ഈ വിഷാദങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്നത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നു ചിന്തിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ഏകാന്തതകളിൽ അത് ചിന്തിച്ച് അദ്ദേഹം തീർച്ചയായിട്ടും
ഒരു തരം ഡിപ്പ് തന്നെ വരും. ഡിപ്പെന്ന് പറഞ്ഞാൽ വലിയ ഡിപ്രഷൻ, വിഷാദരോഗം വരുമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഇത്രയും നാളും സേവിച്ച പാർട്ടി തന്നെ കൈയൊഴിഞ്ഞാൽ ആത്മാർത്ഥത ഉണ്ടാകും. ഏതായാലും അത് പാർട്ടി സംസാരിക്കുമോ? കോൺഗ്രസ് സംസാരിക്കും, അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കും. മാത്രവുമല്ല ഇനിയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് കയറി വരാൻ സാധ്യത കാണുന്നില്ലേ? അവൻ പ്രശ്നം അതല്ല ഇവിടെ വരുന്നത്. ആ പ്രശ്നം എന്ന് പറയാൻ തൻ്റെ തട്ടകമാണ്. ആ തട്ടകം എന്ന് പറയുന്നത് നിലമ്പൂരെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയ വികാരമാണ്. നമ്മളത് മനസ്സിലാക്കണം. ചില മണ്ഡലങ്ങൾ അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ളൊരു കേഡർ പാർട്ടി അല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. വൈകാരികമാണ്. ചിലരുടെ മണ്ഡലങ്ങളോടുള്ള, ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയോടുള്ള, KM മാണിക്ക് പാലയോടുള്ള ഒരു വികാരമുണ്ടല്ലോ. അവിടുന്ന് മാറ്റിയാൽ അവർ സമ്മതിക്കുമായിരുന്നു? ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. മാറ്റാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി സമ്മതിച്ചില്ല, ജന്മത്ത് സമ്മതിക്കില്ല. അതാണ് വികാരം എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർക്കുണ്ടത്, CPM-നതില്ല. അതാണ് ഈ വികാരം എന്ന് പറയുന്നത്. അത് കോൺഗ്രസ്സുകാരെല്ലാം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ മൃദുല മനസ്കനായ ഒരു വ്യക്തി കൂടാണ്. തീർച്ചയായിട്ടും അത് മനസ്സിനെ മാനസികമായിട്ട് ബാധിക്കും. അങ്ങനെയാണ് BJP-യുടെ വക്താവ് അന്ന് BJP വിട്ടുപോകാനിടയായത്. നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അച്ഛനും അമ്മയും മരിച്ചപ്പോൾ BJP-ക്കാരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമായ തീരുമാനമല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സിനിമ എടുക്കുന്ന ആളും തന്നെയാണ്, മനുഷ്യസ്നേഹിയായ ആളും തന്നെ, മൃദുലമായിട്ടുള്ള മനസ്സുള്ള ആളാകുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതൊരു ഡിപ്രഷൻ ഉണ്ടാക്കി. ഈ പരുവം മിക്കവാറും CPM മുതലെടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ. ഇപ്പോൾ UDF-ൻ്റെ ഭാഗമായിരുന്നില്ലെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നാൽ പോരെ. അപ്പോൾ അതിന് സൊല്യൂഷനുമായി. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, ചതിച്ചു എന്നൊന്നും ഞാൻ പറയുകയില്ല. കാരണം PV അൻവറിൻ്റെ മുമ്പിൽ അങ്ങനെ കീഴടങ്ങേണ്ടി വരികയാണ് ഇദ്ദേഹത്തിനും കൂടി. PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ ഒരു സന്ദിഗ്ധാവസ്ഥ വരും. ഇദ്ദേഹം ഇപ്പോൾ എന്ത് പറഞ്ഞാലും ശരി, ഇതല്ല ഇനി വരാൻ പോകുന്ന സത്യം എന്നുള്ളതാണ്. നമ്മൾ രാഷ്ട്രീയത്തെ കുറച്ച് മുൻകൂട്ടി കണ്ടറിയണം. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു പരിണാമം, മനസ്സിൻ്റെ പരിണാമം കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ, രാഷ്ട്രീയത്തിൽ അതൊന്നും പരിഗണിക്കാറില്ല, ഇപ്പോൾ പറഞ്ഞത് മാത്രമേ പരിഗണിക്കാറുള്ളൂ എങ്കിലും ഭാവിയിൽ അങ്ങനെ ഒരു ചാഞ്ചല്യം, മനസ്സിനൊരു ചാഞ്ചാട്ടമാണ്. ആ ചാഞ്ചാട്ടത്തെ മുതലാക്കാൻ കഴിവുള്ളവരാണ് CPM-കാർ. തീർച്ചയായിട്ടും ആര്യാടൻ ഇതിനൊന്നും നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആരായിരിക്കും സ്ഥാനാർത്ഥി? അവർ കണ്ടുപിടിച്ചാലും ജയിക്കുന്ന കാര്യം പ്രശ്നം. ആര്യാടൻ ഷൗക്കത്തിന് അതെ പരാജയപ്പെട്ടു. PV അൻവറിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പും അതെ അത് ഏത് വഴിക്കും അവർ ശ്രമിക്കും ആര്യാടൻ ഷൗക്കത്തിനെ പിടിക്കാൻ. അല്ലെങ്കിൽ അവിടെ നിന്ന് ജയിക്കാൻ അവർക്ക് പ്രയാസം തന്നെ ആയിരിക്കും. PV അൻവറിൻ്റെ ഈ 4000 വോട്ടിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് നല്ല വോട്ടോ മോശം വോട്ടോ എന്നുള്ളതല്ല പ്രശ്നം. വോട്ട് തന്നെയാണ്. ആ വോട്ടിൻ്റെ ബലത്തിൽ കോൺഗ്രസ് UDF ജയിക്കുകയാണ് സാധ്യം. കുഴപ്പമില്ലല്ലോ, 2000 ഇന്ത്യ മുന്നണി തന്നെയല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.